നമസ്കാരം. നിഫ്റ്റിന്ന് ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ നടത്തിയതിന് ശേഷം 24,876 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ആയാലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് ട്രെൻഡിലേക്ക് കടക്കാനായിട്ടൊരു സാധ്യതയുണ്ടോ അതോ ഫാളിനുള്ളൊരു ടെൻഡൻസിയാണോ കൂടുതൽ? നമുക്ക് നോക്കാം. ഞാൻ ബിജീഷ് വള്ളൂർ, പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. അതിന് മുൻപ് തന്നെയായിട്ട് നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് ഒന്ന് റിവ്യൂ ചെയ്യാം. ഇന്നത്തെ ഒരു മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചിരുന്നത്, നമ്മൾ നൽകിയിരിക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതായിരുന്നു, എങ്ങനെയാണ് മാർക്കറ്റിൽ വർക്ക് ചെയ്തിരുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ലെവലാണ്. കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ലെവലാണ്. അതിനുശേഷം ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസുകളൊക്കെ മുകളിലായിരുന്നു ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, എപ്പോഴും ആ ഒരു ഓപ്പണിംഗ് എപ്പോഴും നമുക്ക് ആ ഒരു സപ്പോർട്ടിൽ കിട്ടുമ്പോൾ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. നമ്മൾ നൽകിയിരിക്കുന്ന സപ്പോർട്ട് 24,760 നിഫ്റ്റി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം നിഫ്റ്റി വന്നിരിക്കുന്ന ലോ ശ്രദ്ധിക്കുക. 24,860 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ലെവലൊരു ബൗൺസ് നടത്തിയത്. അതിനുശേഷം ഈ ഒരു റേഞ്ചിൽ ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. ഇപ്പോൾ നിഫ്റ്റിയുടെ ഈ ഒരു കറണ്ട് ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്, ഈ ഒരു സിറ്റുവേഷൻ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്താലാണ് നമുക്ക് പ്രോഫിറ്റ് ആകുന്നത്. നമുക്ക് നിഫ്റ്റിയുടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അനാലിസിസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഇത് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമാണ്, അതായത് ഒരു ക്യാൻഡിൽസ്റ്റിക്ക് ഡെയിലി ക്യാൻഡിൽസ്റ്റിക്കാണ് വരുന്നത്. അപ്പോൾ നിഫ്റ്റിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് തുടങ്ങാം. നിഫ്റ്റി കഴിഞ്ഞ ദിവസങ്ങളിലായാലും ഈ ഒരു ലെവലിൽ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു, 24,705 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് നിഫ്റ്റിയുടെ ഒരു ബൈയുടെ ഒരു സാധ്യത. ഇതിന് മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നിഫ്റ്റി കഴിഞ്ഞ ദിവസമായാലും നമുക്ക് നൽകിയിരിക്കുന്ന ആ ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യാതെയാണ് നിഫ്റ്റി ഈ ഒരു ടാർഗറ്റ്, അതായത് ബയേഴ്സിൻ്റെ ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, നിഫ്റ്റി ഈ ഒരു ലെവലിൽ നിന്ന് ഓൾറെഡി ബൈ ആക്റ്റീവായി. നമ്മുടെ ലൈവ് മാർക്കറ്റിലല്ല നമുക്ക് ബൈ ആക്റ്റീവ് ആയിരിക്കുന്നത്. അതായത് നിഫ്റ്റിയിൽ ഈ ഒരു ലെവലിൽ നിന്ന് ഇതുവരെ മുകളിലേക്ക് ബൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ലെവലിൽ നിന്ന് ഇതുവരെ ബയേഴ്സ് മാർക്കറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ അഡ്വാൻസ്ഡ് ആയിട്ട് ബയേഴ്സ് നിഫ്റ്റിയിൽ ഓൾറെഡി ആക്റ്റീവായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വന്നിരിക്കുന്ന ആ ഒരു ബയേഴ്സിൻ്റെ ആ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഓവർനൈറ്റ് റിസ്കിൽ തന്നെ ഓൾറെഡി നിഫ്റ്റിയിൽ ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. കാരണം നിഫ്റ്റിയുടെ കയ്യിൽ നമ്മൾ ഈ ഒരു ലെവലിൽ ക്ലോസ് ചെയ്താൽ നമ്മൾ നിഫ്റ്റിയുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 24,950 അപ്പോൾ നിഫ്റ്റിയുടെ കയ്യിലും ഇനി അടുത്ത ഒരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി, ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് 24,950 എന്ന് പറയുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട്, അതായത് നിഫ്റ്റിയുടെ 24,950 എന്ന് പറഞ്ഞ ആ റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ നിഫ്റ്റിയിൽ വീണ്ടും മുകളിലേക്ക് ഒരു മൊമെൻറ്റം കിട്ടും. ഇപ്പോൾ നിഫ്റ്റി നിലനിൽക്കുന്ന ഒരു ഏരിയ, ഈ ഒരു ഏരിയ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുമോ നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കത് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിഫ്റ്റിയുടെ ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ചെയ്തവരെ ടാർഗറ്റും അച്ചീവ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ആയാലും ഫർദർ അപ്പ് മൂവ്മെൻറ്റ് ഇനി നിഫ്റ്റി 24,950 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ, ഡെയിലി ക്യാൻഡിൽ 24,950 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ വീണ്ടും മുകളിലേക്ക് അപ്പ് മൊമെൻറ്റത്തിന് സാധ്യതയുണ്ട്. 27,200 പ്ലസിൻ്റെ മുകളിലേക്ക് നിഫ്റ്റി അച്ചീവ് ചെയ്യും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആ ഒരു ടാർഗറ്റ് ലെവൽ അച്ചീവ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്കൊരു പൊസിഷൻ വ്യൂവിൽ നമുക്ക് ട്രെൻഡ് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഓൾറെഡി ഇവിടെ നിന്ന് ബൈ ചെയ്തവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതാണ് ആ ഒരു ഹയർ ലെവലിൽ നിന്ന് ആ ഒരു ബുക്കിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബുക്കിംഗ് ഇനി കണ്ടിന്യൂ ചെയ്ത് താഴത്തേക്ക് വരുമോ, അതോ ഏതെങ്കിലും ഈ ഒരു ലെവലിൽ സപ്പോർട്ട് ചെയ്യുന്ന ഇത് തിരിച്ച് ബൗൺസ് ചെയ്ത് ഏതെങ്കിലും നല്ല റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ നിഫ്റ്റിയുടെ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ലോങ് ടൈം വ്യൂവിൽ നിൽക്കുന്നൊരു സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ രണ്ട് ലെവലിലേക്കും പോകാനായിട്ടുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. നിഫ്റ്റി സ്ട്രോങ് ബൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ പോലെ തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മാർക്കറ്റിനെ കുറിച്ച് നോക്കാനായിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷനും നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത്. ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ നിന്ന് സെല്ലേഴ്സിൻ്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലേക്കെങ്കിലും ബാങ്ക് നിഫ്റ്റി കടക്കണം. കടന്നാലാണ് ബാങ്ക് നിഫ്റ്റിയിലും ബയേഴ്സ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലെവൽ വരെ റെസിസ്റ്റൻസ് ആണ്. നിഫ്റ്റിയുടെ സെയിം സിറ്റുവേഷൻ നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കാണിച്ചു തന്നിരുന്നു. ലോങ് ടൈം വ്യൂ ആണ് ഞാൻ ഈ പറയുന്നത്, ഷോർട്ട് ടൈം ഇൻട്രാഡേ വ്യൂ അല്ല. ഈ ഒരു ലെവൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്ത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിഫ്റ്റി ഓൾറെഡി ഇത് നെഗറ്റീവിലാണ് നിൽക്കുന്നത്. അപ്പോൾ
ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ നിഫ്റ്റിയുടെ ടാർഗറ്റ് ഇതുവരെ ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടാർഗറ്റും അച്ചീവ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിഫ്റ്റി ഇനി ഈ റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ അടുത്തൊരു മൊമെന്റം, മുകളിലേക്കുള്ള ഒരു മൊമെന്റം സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് പ്രൈസ് ആക്ഷനിൽ കാണുന്നത്. ഈ രണ്ട് റേഞ്ചും സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സും സെല്ലേഴ്സും ആക്റ്റീവ് ആകാനും ഒരു സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സെൻസെക്സ് നോക്കുകയാണെങ്കിലും സെൻസെക്സിന്റെ സിറ്റുവേഷനും സെയിം തന്നെയാണ്, നെഗറ്റീവ് ആണ്. മാർക്കറ്റ് ഇവിടെ നിന്നാണ് ആ ഒരു സെല്ല് ആക്റ്റീവ് ആയിരിക്കുന്നത്, അതായത് ട്രെൻഡ് റിവേഴ്സ് ആയിരിക്കുന്നത്. ആ ഏരിയയിൽ നിന്നാണ് ഇന്ന് സെൻസെക്സിന്റെ ലെവലിലും പ്രഷർ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഐ ടി സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഐ ടി ഇൻഡെക്സും നമുക്കൊരു ബൈയിലേക്ക് കടന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇത് റെസിസ്റ്റൻസ് ഏരിയ ഈ ഒരു ലെവൽ, എക്സാക്റ്റ് ആയിട്ട് ഐ ടി ഇൻഡെക്സിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഐ ടി ഇൻഡെക്സിന്റെ റെസിസ്റ്റൻസ് വരിക. അപ്പോൾ ഈ ഒരു ലെവലിന്റെ മുകളിലേക്കെങ്കിലും ഐ ടി ഇൻഡെക്സ് ക്ലോസ് ചെയ്യണം, എന്നാലാണ് നിഫ്റ്റി ഐ ടി ഇൻഡെക്സ് ബൈയിലേക്ക് കടന്നു നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അതേപോലത്തെ സിറ്റുവേഷൻ നമുക്ക് മിഡ് ക്യാപ്പിന്റെ സിറ്റുവേഷൻ ആയാലും സെയിം തന്നെയാണ്. മിഡ് ക്യാപ്പും അത് നെഗറ്റീവ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. മിഡ് ക്യാപ്പും ഈ ഒരു ലെവലിലാണ് മിഡ് ക്യാപ്പിന്റെ റെസിസ്റ്റൻസ് ഏരിയ വരുന്നത്. അപ്പോൾ ടോട്ടലി മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും, ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിലും, ഐ ടി ഇൻഡെക്സ് നോക്കുകയാണെങ്കിലും, സെൻസെക്സ് നോക്കുകയാണെങ്കിലും ബൈര ഒരു മൊമെൻറ്റം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈര മൊമെൻറ്റം അല്ല അത് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. കറണ്ട് സിറ്റുവേഷനിൽ ഓവർനൈറ്റിൽ ബൈ ആക്റ്റീവായതിൻ്റെ ടാർഗറ്റും അച്ചീവ് ചെയ്തു. അപ്പോൾ ഇനി അടുത്തൊരു ട്രെൻഡ് ഫോം ചെയ്യണമെങ്കിൽ അടുത്ത ഏതെങ്കിലും സപ്പോർട്ടോ റെസിസ്റ്റൻസോ തീരുമാനങ്ങൾ എടുക്കും. അതിനനുസരിച്ചാണ് നമുക്കും തീരുമാനം എടുക്കാനായിട്ട് സാധിക്കും. 24,950 മുകളിലേക്ക് ഇനി ക്ലോസ് ചെയ്താൽ 24,950 ഇതിൻ്റെ മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ 25,200 ടച്ച് ചെയ്യും. 25,200 അടുത്താണ്, ഈ ഒരു ലെവലിൻ്റെ അടുത്താണ്. പിന്നെ 200 മുകളിലാണ് പിന്നെ റെസിസ്റ്റൻസ് വരുന്നത്. പിന്നെ 200 മുകളിലും അടുത്ത സ്ട്രോങ് ആയിട്ടുള്ള മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്യും. ഇതനുസരിച്ച് നിഫ്റ്റിനെ നമുക്ക് ലോങ് ടൈമിൽ മാനേജ് ചെയ്യാം. നമുക്ക് വരാൻ പോകുന്ന ദിവസങ്ങളിലായാലും ഇൻട്രാഡേയിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ നോക്കാം. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളൊരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് നമ്മൾ എക്സാക്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ എപ്പോഴും നൽകും. നമ്മൾ ഇന്ന് നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലാണ് സപ്പോർട്ട് നൽകിയിരിക്കുന്നത്, 24,860. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കാണാനായിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റോ 6 മിനിറ്റോ സ്പെൻഡ് ചെയ്താൽ മതി. നിങ്ങളിവിടെ മാർക്കറ്റ് വീക്ക്നെസ് അതിൻ്റെ ഒരു താഴത്തേക്ക് വന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഷോർട്ട് സെൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം മാർക്കറ്റിൽ നിന്ന് സംഭവിക്കും. അപ്പോൾ ഇവിടുന്ന് സപ്പോർട്ടാണ് ആക്ച്വലി ഈ ഒരു ലെവലിൽ നിന്ന് നിഫ്റ്റിയുടെ റൈറ്റ് സപ്പോർട്ടാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് നിഫ്റ്റിയുടെ ആ ഒരു റൈറ്റം വരുന്നത് ചിലപ്പോൾ, അതായത് 5 മിനിറ്റ് വീഡിയോ കാണാനായിട്ട് നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നഷ്ടം വരുന്നത് വലിയൊരു നഷ്ടമായിരിക്കും വരുന്നത്. നിങ്ങൾ എടുക്കുന്ന സൈസും പൊസിഷനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് വലിയ നഷ്ടം വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപാട് മാർക്കറ്റ് അനാലിസിസ് ചെയ്തിട്ടാണ് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഉള്ള വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് ഏതാണ് റൈറ്റ് സപ്പോർട്ട്, ഏതാണ് റൈറ്റ് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിക്കയിലും രണ്ട് റെസിസ്റ്റൻസുകൾ, അതായത് 24,885 എന്ന് പറയുന്ന, അതായത് ക്ലോസിംഗ് റേഞ്ച് തന്നെയാണ് ഈ ഒരു റെസിസ്റ്റൻസ് വരുന്നത്. രണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,955. ഈ രണ്ട് റെസിസ്റ്റൻസിൻ്റെയും മുകളിലേക്ക് ഒന്ന് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ബൗൺസിന് ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നിഫ്റ്റിക്ക് നാളെ ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു രണ്ട് റെസിസ്റ്റൻസിൻ്റെ മുകളിലും നിഫ്റ്റി ഒന്ന് സസ്റ്റെയിൻ ചെയ്യുകയാണ്. സസ്റ്റെയിൻ ചെയ്താൽ തന്നെയാണ് അതിനുള്ളൊരു പ്രോബബിലിറ്റി മാർക്കറ്റിലുള്ളൂ. കാരണം നിഫ്റ്റി 24,955 മുകളിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്കൊരു ബൈര ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. അതായത് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നവരെ നമുക്ക് ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. 25,055 അടുത്ത റെസിസ്റ്റൻസ് ആണ്. 25,055 ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അതിനുശേഷം അടുത്ത റെസിസ്റ്റൻസ് 27,200 അടുത്താണ്. പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വരുന്നത് 200. വേറെ റെസിസ്റ്റൻസുകളൊന്നും തൊട്ടടുത്ത് കാണുന്നില്ല. ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 27,179, 178 എടുത്താൽ മതി. 178, പിന്നെ 25,000 തൊട്ട് മുകളിലാണ്. 25,000 മുകളിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇതിൻ്റെ താഴത്തേക്ക് വന്നാലാണ് വീക്ക്നെസ്. ഇനി അടുത്തൊരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ ഒരു സപ്പോർട്ടിൻ്റെ ഒരു താഴെ നിലനിൽക്കുമ്പോൾ നിഫ്റ്റിയിൽ വീക്ക്നെസ് മാത്രമാണ്.
പ്രോഫിറ്റ് ബുക്കിന് മാത്രമാണ് നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്, ഷോർട്ട് സെല്ലിന് മാത്രമാണ്. കാരണം ഈ ഒരു ലെവലിൽ നമുക്കൊരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകരുത്. ഈ ഒരു സപ്പോർട്ട് ശ്രദ്ധിക്കുക, 24,885. അപ്പോൾ ഓപ്പണിംഗ് ക്യാൻഡിൽ 24,885 താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു സപ്പോർട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ തന്നെ ഈ ഒരു ഹയർ ലെവൽ ബൈ ചെയ്ത ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യും. 24,775 എന്ന് പറയുന്ന സപ്പോർട്ട് ലെവലിൻ്റെ അടുത്തേക്ക് ടെസ്റ്റ് ചെയ്യും. ഈ ലെവൽ എത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമുക്കിതാണ് ഈ ഒരു ലെവലാണ് നമുക്കൊരു ഗ്യാപ്പ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. 24,775 ഇങ്ങനത്തെ വലിയ ഗ്യാപ്പ് ഫുള്ളായിട്ട് ഫില്ലാകാനുള്ള ഒരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ മെയിൻ സപ്പോർട്ട് ഈ ഒരു ലെവലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ടിന് താഴെയാണെങ്കിലും മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരും. ഓപ്പൺ ചെയ്യുന്നത് 24,775 താഴെയാണ്. ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത സപ്പോർട്ട് 24,701 സപ്പോർട്ടാണ്. അതിനുശേഷം 24,635. ഇപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ഈ സപ്പോർട്ടിലാണ്. 24,775 സപ്പോർട്ടിലാണെങ്കിൽ ബൈക്ക് മാത്രം കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകുക. 24,775 സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുമ്പോൾ ബൈക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. പക്ഷേ ഈ റെസിസ്റ്റൻസ് കുറച്ച് ഡേഞ്ചറാണ്. 24,885, 24,995 അടുത്ത റെസിസ്റ്റൻസിൻ്റെയൊക്കെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, ഫർദർ ആയിട്ടുള്ള ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. മാർക്കറ്റിൽ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വരാൻ പോകുന്ന ദിവസങ്ങളിലെ അപ്ഡേറ്റിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്